പോലീസിന് വലിയ റിസ്ക് ഒന്നുമില്ല. പോലീസ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഇയാളുടെ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ ഏകദേശമൊക്കെ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ചെന്നൈയിലേക്ക് പോകാനുള്ള, അപ്പോൾ ചെന്നൈ പോലീസുമായി ബന്ധപ്പെട്ടു. ഇയാളുടെ ലൊക്കേഷൻ ചെന്നൈയിലാണ് കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ ചെന്നൈ പോലീസുമായിട്ട് ഇവിടുന്ന് ട്രിവാൻഡ്രം സിറ്റി പോലീസ് ബന്ധപ്പെട്ടു. അപ്പോൾ അതിനുള്ള നടപടികൾ തുടങ്ങുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു ഞാൻ തിരിച്ചെത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്നും തിരിച്ചു. പോലീസ് ഒരു മെനക്കേടും ഇല്ലായിരുന്നു. മെനക്കെട്ട് ഒരു പണിയും ചെയ്യേണ്ടി വന്നില്ല. തിരികെ ട്രെയിനിൽ, അടുത്ത ട്രെയിനിൽ അയാൾ തിരിച്ച് രാത്രിയോട് കൂടി ഇവിടെ തിരിച്ച് തമ്പാനൂർ വന്നിറങ്ങി. സാധാരണ വളരെ നോർമൽ രീതിയിലാണ് വന്നിറങ്ങിയത്. ഒരു യാത്ര പോയി തിരിച്ചു വന്ന് വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ കൂളായിട്ട് വന്നു. പോലീസുകാർ വന്നു, പോലീസുകാരടുത്ത് വന്നു. വളരെ മീഡിയ എല്ലാം അറിഞ്ഞു ഇയാൾ വരുന്നുണ്ട്. ഇയാളെ പിന്നെ എന്താ പറയുക, ഇല്ല കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വരില്ല, ബന്ധുക്കളെയൊക്കെ ദൂരെ നിന്ന് വരുന്ന ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന രീതിയിലാണ് ഇയാളെ വിളിക്കാൻ വേണ്ടി കേരള പോലീസ് ട്രിവാൻഡ്രത്ത് നിന്നത്. തമ്പാനൂർ വന്നിറങ്ങി കൂളായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പിന്നെ ചെന്നൈയിലേക്ക് പോയത്. ഇപ്പം തൻ്റെ പ്രവൃത്തിയുടെ കാരണങ്ങൾ തേടി, പ്രവൃത്തി ഫലം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചെന്നൈക്ക് പോയെന്ന് പറഞ്ഞു. ഓ അത് ശരി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാളെ കൊന്നത് പിന്നെ പ്രൊഫസർ രാജാ തങ്കത്തെയാണ്, പിതാവിനെ പ്രൊഫസർ രാജാ തങ്കം. അദ്ദേഹം പിന്നെ മാർത്താണ്ഡം കോളേജിലെ പ്രൊഫസറായിരുന്നു, റിട്ടയറാണ്.